ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. വെൽത്തി ലൈഫിന്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വരുന്ന ആഴ്ച, അതായത് 31 ഓഗസ്റ്റ് 2020 മുതൽ 4 സെപ്റ്റംബർ 2020 വരെ വാല്യൂ ബൈയിങ് ഓപ്പർച്യൂണിറ്റി തരുന്ന സ്റ്റോക്കുകളെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. വെൽത്തി ലൈഫിന്റെ വീക്ക്ലി സ്റ്റോക്ക് റെക്കമെൻഡേഷൻ വീഡിയോകളിൽ ഞാൻ എംഫസിസ് ചെയ്ത് പറയാറുള്ള ഒരു വേർഡാണ് വാല്യൂ ബൈയിങ്. വാല്യൂ ബൈയിങ്ങിന്റെ സിഗ്നിഫിക്കൻസ് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾക്ക് നിഫ്റ്റി 50യുടെ മന്ത്ലി ചാർട്ട് അനാലിസിസിലേക്ക് വരാം. മന്ത്ലി ചാർട്ട് അനാലിസിസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ മാർച്ച് മാസത്തിൽ നിന്നൊരു കറക്ഷന് ശേഷം നിഫ്റ്റി പൂർണ്ണമായും റിക്കവർ ആയിരിക്കുന്നു. ഇപ്പോൾ നിഫ്റ്റി അറൌണ്ട് 11,600 ലെവലാണ്. അതായത് നിഫ്റ്റിയുടെ ഓൾ ടൈം ഹൈയിൽ നിന്നും നിഫ്റ്റി 600 പോയിന്റ് മാത്രമാണ് താഴെ. ഇനി നിഫ്റ്റിയുടെ PE നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ PE 32 ആണ്. അതായത് മാർക്കറ്റ് നിയർലി ഓൾ ടൈം ഹൈയിലാണ്. ഇനി നമുക്ക് ഇന്ത്യയുടെ ഇക്കോണമി നോക്കാം. ഇന്ത്യയുടെ ഇക്കോണമി ഇപ്പോൾ ഓൾ ടൈം ഹൈയിലാണോ എന്ന് ചോദിച്ചാൽ ആൻസർ തീർച്ചയായും അല്ല എന്നായിരിക്കും. ഈ സിറ്റുവേഷൻ, അതായത് മാർക്കറ്റും ഇക്കോണമിയും തമ്മിൽ ഒരു ലാക്ക് ഓഫ് കോർഡിനേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു മിസ്മാച്ച് ഉണ്ട്. ഈ ലാക്ക് ഓഫ് കോർഡിനേഷൻ അല്ലെങ്കിൽ മിസ്മാച്ചിനെ പറ്റി ഇന്ത്യയിലെ പല പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ എക്സ്പെർട്ടും ഈവൻ RBI ഗവർണർ പോലും പല സിറ്റുവേഷനുകളിലും പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സ് ഈ സിറ്റുവേഷനിൽ നമ്മൾ മാർക്കറ്റിൽ ഏതൊരു പുതിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോഴും അതൊരു വാല്യൂ ബേസ് അല്ലെങ്കിൽ ഒരു വാല്യൂബിൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കണം. അതായത് ഈവൻ മൈനർ കറക്ഷൻ അല്ലെങ്കിൽ ഒരു അപ് ടു 10% കറക്ഷൻ വന്നാൽ കൂടിയും നമ്മുടെ ക്യാപിറ്റലിലോ അല്ലെങ്കിൽ പ്രോഫിറ്റിലോ ഒരു ലോസ് ഉണ്ടാവാൻ പാടില്ല എന്ന മെന്റാലിറ്റിയോട് കൂടിയുള്ള അപ്രോച്ച് ആയിരിക്കണം നമ്മൾ ഈ സ്റ്റേജിൽ ചെയ്യേണ്ടത്. വരുന്ന ആഴ്ച വാല്യൂ ബൈയിങ് ഓപ്പർച്യൂണിറ്റി തരുന്ന ഒന്നാമത്തെ സ്റ്റോക്കാണ് ഹിന്ദുസ്ഥാൻ യൂണിയൻ ലിവർ ലിമിറ്റഡ്. ഹിന്ദുസ്ഥാൻ യൂണിയൻ ലിവർ ലിമിറ്റഡിൽ സ്വിംഗ് ട്രേഡേഴ്സിനും ലോങ് ടൈം പൊസിഷണൽ ഇൻവെസ്റ്റേഴ്സിനും ഒരുപോലെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ലെവലിലാണ് സ്റ്റോക്ക്. ഇപ്പോൾ സ്റ്റോക്കിന്റെ ലെവൽസും ടാർഗറ്റും ഐഡന്റിഫൈ ചെയ്യുന്നതിന് മുൻപേ തന്നെ സ്റ്റോക്കിന്റെ ഫണ്ടമെന്റൽ പാർട്ടിലേക്ക് വരാം. സ്റ്റോക്കിന്റെ ഫണ്ടമെന്റൽ പാർട്ട് നോക്കുകയാണെങ്കിൽ 5 lakh crore മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ഒരു ഹെവി ലാർജ് ക്യാപ് കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ യൂണിയൻ ലിവർ ലിമിറ്റഡ് അഥവാ HUL. HULന്റെ PE റേഷ്യോ നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയുടെ PE റേഷ്യോയേക്കാൾ ഉയർന്ന PE റേഷ്യോ ആണ്. അതായത് ഇൻഡസ്ട്രിയുടെ PE റേഷ്യോ 68ഉം HULന്റെ PE റേഷ്യോ 73ഉമാണ്. സ്റ്റോക്കിന്റെ ഡിവിഡൻഡ് ഈൽഡ് നോക്കുകയാണെങ്കിൽ 1.60% ഡിവിഡൻഡ് ഈൽഡ് തരുന്ന ഒരു കമ്പനിയാണ് HUL. സ്റ്റോക്കിന്റെ അനാലിസിസിലേക്ക് വരാം. സ്റ്റോക്കിന്റെ പെർഫോമൻസ് അനാലിസിസ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് 3 ഇയറിൽ 79% റിട്ടേൺ ആണ് തന്നത്. സ്റ്റോക്കിന്റെ 1 ഇയർ റിട്ടേൺ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഇയറിൽ സ്റ്റോക്ക് അത്ര നല്ല പെർഫോം ചെയ്തില്ല. അതല്ലെങ്കിൽ സ്റ്റോക്കിൽ ഒരു നല്ല കറക്ഷൻ റേറ്റിൽ സ്റ്റോക്ക് ബൈ ചെയ്യാൻ പറ്റുന്നു എന്ന് നമ്മൾക്ക് നോക്കാം. അതായത് സ്റ്റോക്കിന്റെ 1 ഇയർ പെർഫോമൻസ് 17.75%, FMCG സെക്ടറിന്റെ പെർഫോമൻസ് 20.28%, സെൻസെക്സ് 1 ഇയറിൽ തന്ന ഗെയിൻ 5.38% ആണ്. ഇനി സ്റ്റോക്കിന്റെ 1 മന്തിലെ കറക്ഷൻ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് 1 മന്തിൽ 4% കറക്ഷനാണ് സ്റ്റോക്കിൽ സംഭവിച്ചത്. FMCG സെക്ടറിൽ 0% കറക്ഷനും സെൻസെക്സിൽ 2.53% ഗെയിനുമാണ് സംഭവിച്ചത്. ഇനി സ്റ്റോക്കിന്റെ ബൈയിങ് ലെവൽസിലേക്കും ടാർഗറ്റിലേക്കും വരാം. സ്റ്റോക്ക് അതിന്റെ ബോളഞ്ചിയർ ബാൻഡിന്റെ ലോവർ എൻഡിൽ എത്തിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ സ്റ്റോക്ക് അതിന്റെ 20-day എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ്, 50-day എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ്, ഈവൻ സ്റ്റോക്ക് അതിന്റെ 100-day എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജും ക്രോസ് ചെയ്ത് കഴിഞ്ഞു. 100-day എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജും ക്രോസ് ചെയ്ത് 200-day എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് എന്ന ലെവലിലേക്ക് സ്റ്റോക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റോക്കിന്റെ 200-day എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് വാല്യൂ ആണ് 2100. അതായത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് റേഞ്ചിലാണ് സ്റ്റോക്ക് ഇപ്പോൾ. 2100 മുതൽ 2150 വരെയുള്ള റേഞ്ചാണ് സ്റ്റോക്കിലെ ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് സീനറിയോ അനുസരിച്ച് സ്റ്റോക്കിൽ ഒരു വാല്യൂബിൾ ബൈയിങ് ഓപ്പർച്യൂണിറ്റി തരുന്ന സ്റ്റോക്ക്. നമുക്കറിയാം സ്റ്റോക്കിന്റെ ഓൾ ടൈം ഹൈ വാല്യൂ 2500 ലെവൽ വരെയാണ്. ഓൾ ടൈം ഹൈ വാല്യൂ ഇമ്മീഡിയറ്റ് അല്ലെങ്കിൽ ഇൻസ്റ്റന്റ്ലി റീച്ച് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു സ്റ്റോക്കാണ് ഹിന്ദുസ്ഥാൻ യൂണിയൻ ലിവർ ലിമിറ്റഡ്. സ്വിംഗ് ട്രേഡേഴ്സിന് സ്റ്റോക്കിന്റെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് സ്റ്റോക്കിന്റെ 20-day എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് സെറ്റ് ചെയ്യാം. അതായത് 20 to 100 ആണ് സ്റ്റോക്കിന്റെ ഫസ്റ്റ് ടാർഗറ്റ്. ഇനി ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ബെസ്റ്റ് റേഞ്ച് സ്റ്റോക്കിന്റെ 200-day എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് ആയ 2110, ദാറ്റ് ഈസ് എക്സാക്ട്ലി 2100 ലെവലിൽ നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ എൻട്രി ചെയ്യാം. ഇനി സ്റ്റോക്ക് ഒരു ഗ്രോത്ത് ഓറിയന്റഡ് സ്റ്റോക്ക് ആണ്. സ്റ്റോക്ക് എപ്പോഴും അതിന്റെ 100-day എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിനും 200-day എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിനും ഇടയിൽ വരുമ്പോൾ സ്റ്റോക്കിൽ ഒരു ഹെവി ബൈയിങ് കാണാവുന്നതാണ്. ലാസ്റ്റ് ട്രേഡിംഗ് സെഷനായ 28 ഓഗസ്റ്റ് 2020
സ്റ്റോക്കിന്റെ ഡെലിവറബിൾസ് നോക്കുകയാണെങ്കിൽ 57% ഡെലിവറിയാണ് സ്റ്റോക്കിൽ നടന്നത്. അതായത് സ്റ്റോക്കിൽ ഒരു ബിഗ് ബൈയിങ് ആണ് നടക്കുന്നത്. വരുന്ന ആഴ്ച വാല്യൂ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി തരുന്ന രണ്ടാമത്തെ സ്റ്റോക്കാണ് L&T. L&Tയുടെ മാർക്കറ്റ് ക്യാപ്പ് 1,37,000 മാർക്കറ്റ് ക്യാപ്പാണ്. കമ്പനിയുടെ PE 23.81. അത് ഇൻഡസ്ട്രിയുടെ PEയേക്കാൾ അല്പം കൂടുതലാണ്. ഇൻഡസ്ട്രിയുടെ PE 20.50 ആണ്. ഇനി കമ്പനിയുടെ ഡിവിഡൻഡ് yield നോക്കുകയാണെങ്കിൽ ഡിവിഡൻഡ് yield 1.83% ആണ്. ഇനി കമ്പനിയുടെ ഫിനാൻഷ്യൽ ട്രെൻഡ് പരിശോധിച്ചാൽ കമ്പനി ഫിനാൻഷ്യലി ഒരു അപ് ട്രെൻഡ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് ഇയർ ബൈ ഇയർ കമ്പനിയുടെ റവന്യൂവിലും പ്രോഫിറ്റിലും ഒരു ഇൻക്രീസ് നമുക്ക് കാണാൻ കഴിയും. ഇനി കമ്പനിയുടെ പെർഫോമൻസ് അനാലിസിസിലേക്ക് വരാം. പെർഫോമൻസ് അനാലിസിസ് നോക്കുകയാണെങ്കിൽ കമ്പനി 1 മന്തിൽ 18% റിട്ടേൺ ആണ് തന്നത്. സെക്ടർ 5.22% റിട്ടേണും നിഫ്റ്റി 3.07% ഗെയിനും ആണ് തന്നത്. ഇനി കമ്പനിയുടെ 1 ഇയറിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കമ്പനി 1 ഇയറിൽ 26% നെഗറ്റീവ് റിട്ടേൺ ആണ് തന്നത്. അതായത് സ്റ്റോക്ക് 26% കറക്ഷനിൽ അവൈലബിൾ ആണ്. ലോങ് ടൈം റിട്ടേൺ നോക്കുകയാണെങ്കിലും ഒരു മൈനസ് റിട്ടേൺ നമ്മൾക്ക് കാണാൻ കഴിയും. 8% റിട്ടേൺ നമ്മൾക്ക് 5 ഇയർ പെർഫോമൻസ് അനാലിസിസിൽ കാണാൻ കഴിയും. ഇതിനർത്ഥം ലാസ്റ്റ് 5 ഇയറിൽ കമ്പനിയിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ കറക്ഷനാണ് ഈ COVID-19 സിറ്റുവേഷൻ മൂലം L&Tയിൽ സംഭവിച്ചിരിക്കുന്നത്. ഇനി കമ്പനിയുടെ നിയർ ടേം ലെവൽസും ടാർഗറ്റും ഐഡന്റിഫൈ ചെയ്യാം. സ്റ്റോക്ക് അതിന്റെ 20-day എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ്, 50-day എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് എന്നിവ ക്രോസ് ചെയ്ത് 100-day എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിൽ ഒരു സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണ്. സ്റ്റോക്കിന്റെ നെക്സ്റ്റ് ടാർഗറ്റ് 200-day എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് ആണ്. ബോളഞ്ചിയർ ബാൻഡിന്റെ മിഡിൽ പൊസിഷനിലാണ് സ്റ്റോക്ക് നിൽക്കുന്നത്. അതായത് സ്റ്റോക്കിൽ ഒരു ബുള്ളിഷ് മൊമെന്റം വരുന്നുണ്ട്. ഇനി സ്റ്റോക്കിന്റെ വാല്യുവേഷൻ നോക്കുകയാണെങ്കിൽ 1600 രൂപ വാല്യുവേഷനുള്ള സ്റ്റോക്കാണ്. സ്റ്റോക്ക് ഇപ്പോൾ ലെസ് ദാൻ 1000, അതായത് 980 രൂപ വാല്യുവേഷനിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഇനി L&T സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്കിന്റെ നേച്ചർ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ഒരു ലോ ബീറ്റ സ്റ്റോക്കാണ്. അതായത് ഇൻസ്റ്റന്റ് റിട്ടേൺ അല്ലെങ്കിൽ ഹൈ വോളറ്റിലിറ്റി ഒന്നും ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയില്ല. സ്റ്റോക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് അപ്വേർഡ് ട്രെൻഡ് കാണിക്കുന്ന ഒരു സ്റ്റോക്കാണ്. L&T, ITC, സീമെൻസ് തുടങ്ങിയ ലോ ബീറ്റ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്നും ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ ഈ കമ്പനികൾക്ക് നമ്മൾ നല്ല സമയം കൊടുക്കണം. അതോടൊപ്പം തന്നെ സ്റ്റോക്ക് ഹോൾഡേഴ്സിന് പേഷ്യൻസും വേണം. മൂന്നാമത്തെ സ്റ്റോക്കിലേക്ക് വരാം. മൂന്നാമത്തെ സ്റ്റോക്കാണ് VIP ഇൻഡസ്ട്രീസ്. 4225 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനി, വെരി ഹൈ PE വാല്യുവേഷൻ ഉള്ള കമ്പനിയാണ്. ഇൻഡസ്ട്രിയുടെ PE 28ഉം കമ്പനിയുടെ PE 445ഉമാണ്. ഇനി ഡിവിഡൻഡ് yield നോക്കുകയാണെങ്കിൽ 1.07% ഡിവിഡൻഡ് yield കമ്പനി നൽകുന്നത്. ഡെലിവറബിൾസ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ട്രേഡിംഗ് ഡേ ആയ 28 ഓഗസ്റ്റ് 2020 38.94% ഡെലിവറബിൾസ് ആണ് ഈ കമ്പനിയിൽ ഉണ്ടായത്. ഈ കമ്പനി ഒരു ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണ്. സ്റ്റോക്കിന്റെ പെർഫോമൻസ് അനാലിസിസ് നോക്കുകയാണെങ്കിൽ 3 ഇയറിൽ സ്റ്റോക്ക് 34% റിട്ടേൺ ആണ് തന്നത്. സെക്ടർ 46% റിട്ടേണും നിഫ്റ്റി 17% റിട്ടേണും തന്നപ്പോൾ VIP ഇൻഡസ്ട്രീസ് 34% റിട്ടേൺ ആണ് തന്നത്. 1 ഇയറിലെ സ്റ്റോക്കിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് 28% കറക്ഷനോടുകൂടി സ്റ്റോക്ക് അവൈലബിൾ ആണ്. സ്റ്റോക്കിന്റെ 1 മന്തിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് 8% റിട്ടേൺ തന്നു. സെക്ടർ 7% റിട്ടേണും നിഫ്റ്റി 3% റിട്ടേണുമാണ് തന്നത്. ഇനി സ്റ്റോക്കിന്റെ 1 ഇയറിലെ ഹൈ വാല്യൂ 508 രൂപയാണ്. ഈ സ്റ്റോക്ക് ഇപ്പോൾ 300 രൂപയിൽ താഴെ റേഞ്ചിൽ അവൈലബിൾ ആണ്. അതായത് ഈ സ്റ്റോക്ക് ഇനിയും 50 മുതൽ 60% വരെ റിട്ടേൺ തരാൻ കേപ്പബിലിറ്റി ഉള്ള സ്റ്റോക്കാണ്. സ്റ്റോക്കിന്റെ ആൾ ടൈം വാല്യുവേഷൻ നോക്കുകയാണെങ്കിൽ ഓൾ ടൈം വാല്യുവേഷൻ 600 രൂപ വാല്യുവേഷൻ ഉള്ള സ്റ്റോക്കാണ്. അത് അതിന്റെ 50% ഡിസ്കൗണ്ടിൽ നമ്മൾക്ക് ഇപ്പോൾ കിട്ടുന്നു. ഇനി സ്റ്റോക്കിന്റെ ലെവൽസും ടാർഗറ്റിലേക്കും കടക്കാം. സ്റ്റോക്കിന്റെ ലെവൽസും ടാർഗറ്റും ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി സ്റ്റോക്കിന്റെ വീക്കിലി ചാർട്ട് അനാലിസിസ് ആണ് ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. വീക്കിലി ചാർട്ട് അനാലിസിസ് ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത് സീറോദ പ്ലാറ്റ്ഫോമിലാണ്. സീറോദയിൽ അക്കൗണ്ട് തുറക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി വീക്ക്ലി മൂവിംഗ് ആവറേജ് ലൈൻസ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് അതിന്റെ 20 വീക്ക് എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് ലൈൻസിനും മുകളിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റോക്കിന്റെ നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് ടാർഗറ്റ് ആയിട്ട് വരുന്നത് അതിന്റെ 50 വീക്ക് എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് ആയ 323 ആണ്. അതിനുശേഷം വരുന്നത് 100 വീക്ക് എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് ആയ 350 ആണ്. ഇനി സ്വിംഗ് ട്രേഡേഴ്സിന് ഈ സ്റ്റോക്കിൽ ഇപ്പോൾ ഒരു മൊമെന്റം വന്നു തുടങ്ങിയിട്ടുണ്ട്.
അതായത് മാർച്ച് മാസം മുതൽ നമ്മൾ ഓഗസ്റ്റ് വരെയുള്ള സ്റ്റോക്കിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ ഒരു വോളറ്റിലിറ്റിയോ അല്ലെങ്കിൽ നല്ലൊരു മൊമെന്റമോ വന്നിട്ടില്ലായിരുന്നു. പക്ഷെ സ്റ്റോക്കിൽ ഇപ്പോഴാണ് മൊമെന്റം ഗെയിൻ ആയി തുടങ്ങിയത്. അത് ഡെലിവറിയുടെ പെർസെൻറ്റേജിൽ കാണുന്നുമുണ്ട്. അതുകൊണ്ട് സ്വിംഗ് ട്രേഡേഴ്സിന് ഈ സ്റ്റോക്കിലേക്ക് ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പറ്റിയ സമയമാണ്. അവർക്കുള്ള ഫസ്റ്റ് ടാർഗറ്റ് 325, സെക്കൻഡ് ടാർഗറ്റ് 350. ഇനി സ്റ്റോക്കിന്റെ വൺ ഡേ ചാർട്ട് അനാലിസിസിലേക്ക് പോകാം. വൺ ഡേ ചാർട്ട് അനാലിസിസിൽ നോക്കിയാൽ സ്റ്റോക്ക് ലാസ്റ്റ് വീക്കിൽ അതിന്റെ 100-day എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിനെ ക്രോസ് ചെയ്തു. അതിനുശേഷം സ്റ്റോക്ക് ബോളഞ്ചിയർ ബാൻഡിന്റെ അപ്പർ സൈഡിൽ എത്തി. ബോളഞ്ചിയർ ബാൻഡിന്റെ അപ്പർ സൈഡിൽ എത്തിയെങ്കിലും സ്റ്റോക്കിൽ ഒരു കറക്ഷൻ, അതായത് സ്റ്റോക്ക് അതിന്റെ നെക്സ്റ്റ് പീക്കിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കറക്ഷൻ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതായത് വാല്യൂ ബൈയിങ് ആഗ്രഹിക്കുന്നവർ സ്റ്റോക്കിൽ പർച്ചേസ് ചെയ്യാനുള്ള ബെസ്റ്റ് ലെവൽ സ്റ്റോക്കിന്റെ 280 റേഞ്ച് ആണ്, അതായത് 20-day എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ്. ഇനി ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് ഈ സ്റ്റോക്കിൽ ഇപ്പോൾ ബൈയിങ് ചെയ്യാവുന്ന ലെവലിലാണ്. കാരണം സ്റ്റോക്ക് കൺസിസ്റ്റന്റ്ലി അപ്വേർഡ് ട്രെൻഡ് ആണ് ഫോളോ ചെയ്യുന്നത്. ഈ റേഞ്ചിൽ സ്റ്റോക്കിൽ ബൈ ചെയ്താലും നമ്മൾക്ക് നമ്മുടെ 1 year ടാർഗറ്റ് ആയ 450 എന്ന റേഞ്ചിലേക്ക് ഈസിലി എത്താൻ പറ്റിയ സ്റ്റോക്കാണിത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.